അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് പിന്നാലെ അഭയാർത്ഥികളോടുള്ള യൂറോപ്യൻ യൂണിയന്റെ നിലപാട് മയപ്പെടുത്തുന്നു. ദിവസങ്ങളായി ഹംഗറിയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഓസ്ട്രിയയിലേക്കും ജർമ്മനിയിലേക്കും കടക്കാൻ അനുമതി നൽകി. ആയിരക്കണക്കിന് അഭയാർത്ഥി കുടുംബങ്ങളാണ് മാസങ്ങളായി യൂറോപ്യൻ യൂണിയനിലേക്കുള്ള കവാടങ്ങളിലൊന്നായ ഹംഗറിയിലേക്ക് ഒഴുകിയെത്തുന്നത്. അഭയാർത്ഥികളുടെ ഒഴുക്ക് അനിയന്ത്രിതമായതോടെ ഹംഗറിയിൽ നിന്നും ജർമ്മനിയും ഓസ്ട്രിയയും അടക്കമുള്ള രാജ്യങ്ങളിലേക്കുള്ള അതിർത്തിയിൽ സംഘർഷം പതിവായിരുന്നു. പ്രശ്നം കൂടുതൽ രൂക്ഷമായതോടെ 3 രാജ്യങ്ങളിലെ മേധാവികൾ തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് സമവായമായത്. ഇതോടെ ദിവസങ്ങളായി ഹംഗറിയിലെ ബുദാപെസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഓസ്ട്രിയ, ജർമ്മനി എന്നിവിടങ്ങളിലേക്ക് കടക്കാൻ അനുമതി ലഭിച്ചു. ഇതിനായി ഹംഗറിയും ഓസ്ട്രിയയും അടക്കമുള്ള രാജ്യങ്ങൾ പ്രത്യേക യാത്രാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ യൂറോപ്യൻ യൂണിയനിൽ ഒരു വിഭാഗം ഇപ്പോഴും അഭയാർത്ഥികളെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. 10,000-കണക്കിന് ആളുകൾ പെട്ടെന്നൊരു രാജ്യത്തേക്ക് വരുമ്പോൾ ഉണ്ടായേക്കാവുന്ന ക്രമസമാധാന പ്രശ്നവും സാമ്പത്തിക ബാധ്യതയുമാണ് ഇതിനായി ഇവർ ചൂണ്ടിക്കാട്ടുന്ന ന്യായം. അഭയാർത്ഥികളെ കൂട്ടത്തോടെ യൂറോപ്പിലേക്ക് ഉൾക്കൊള്ളുന്നതിനേക്കാൾ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ സൈനിക ഇടപെടൽ നടത്തി സ്ഥിതിഗതികളിൽ അയവ് വരുത്തണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ.